ഹേ എവ്രി വൺ, ദിസ് ഈസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. പല ആളുകളും ഡിവോഴ്സിനെ പറ്റി പല സംശയങ്ങളും ചോദിച്ചു വരാറുള്ളതാണ്. കോമൺ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ചോദ്യമാണ്, നമുക്ക് എപ്പോഴാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുക? നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് തന്നെ, അതായത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഹസ്ബൻഡ് വൈഫ് എന്നുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ വേറെ എന്തോ വഴിയുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾക്ക് നൾ ആൻഡ് വോയിഡ് ആക്കാൻ, വിവാഹം അസാധുവാക്കാൻ വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. അതനുസരിച്ച് മാത്രമാണ് നമുക്ക് വിവാഹം അസാധുവാക്കാൻ പറ്റുക. അതിലൊന്നെന്ന് പറയുന്നത്, സെക്ഷലി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഒരു പാർട്ട്ണർ സെക്ഷലി ഇൻകേപ്പബിൾ ആണ്, അതല്ലെങ്കിൽ മാറാത്ത വല്ല അസുഖമുണ്ട്, അങ്ങനെ കുറച്ച് ഗ്രൗണ്ട്സ് ഉണ്ട്. പെർട്ടിക്കുലർ ആ ഗ്രൗണ്ട്സിൻ്റെ പുറത്ത് മാത്രമാണ് നമുക്കൊരു വിവാഹം അസാധുവാക്കാൻ പറ്റുക. അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമായിട്ട് വേണം. നമ്മുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി, നമ്മൾ 1.5 വർഷത്തിൽ കൂടുതലായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന പങ്കാളികളാണെങ്കിൽ നമ്മൾക്ക് ആ 6 മാസത്തെ കൂളിംഗ് പീരീഡ് ഒഴിവാക്കാനും, കോടതിയെടുത്ത് എന്തുകൊണ്ട് ഈ ഒരു കൂളിംഗ് പീരീഡ് ഒഴിവാക്കണം എന്നുള്ളതൊരു കാരണം കാണിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് മേടിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പലരും ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്, അതായത് അവർ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു, അപ്പോൾ ആ ഡിവോഴ്സ് കേസിൽ നിന്ന് തന്നെ അവർക്ക് ചിലവിനുള്ള പൈസ കിട്ടുമെന്ന്, അതായത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിനുള്ള പൈസ ഓർഡർ ആവുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് നമുക്ക് ഡിവോഴ്സ് എന്നുള്ളൊരു ഡിഗ്രി മാത്രമാണ്. ഒന്നെങ്കിൽ ഡിവോഴ്സ് കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ ഒരിക്കലും നമുക്ക് ചിലവിനൊന്നും ഒരു എമൗണ്ട് ഒന്നും കിട്ടില്ല. അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കേസ് ചിലവിന് വേണ്ടി ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്ഥിരമായിട്ട് വരുന്നൊരു സംശയം എന്നുള്ളത്, ഇപ്പം ഡിവോഴ്സ് കേസ് കഴിയാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ്. മ്യൂച്വൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 6 മാസത്തിന് ഉള്ളിൽ തീർക്കാൻ പറ്റും. 6 മാസം കഴിഞ്ഞ് 6ാമത്തെ മാസം നമുക്ക് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ 1.5 മാസം കൊണ്ട് തീർക്കാനും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ കൂളിംഗ് പീരീഡ് വേവ് ഓഫ് ചെയ്താലും നമുക്ക് ഒരു മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിലൊക്കെ കഴിയാൻ പറ്റും. അപ്പം ഇതാണ് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യം. അതേ സമയത്ത് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 വർഷം പോയേക്കാം, 2 വർഷം പോയേക്കാം, 3 വർഷം പോയേക്കാം, 4 വർഷം, ഇങ്ങനെ നീണ്ടു പോയേക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സെറ്റിൽ ആവുന്നില്ല, കേസ് ഇങ്ങനെ നീട്ടി നിങ്ങളുടെ പാർട്ട്ണർ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ സ്പീഡി ട്രയലിന് വേണ്ടി കൊടുക്കാൻ പറ്റും. കേസ് പെട്ടെന്ന് തീർപ്പാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്താലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കേസ് തീർത്ത് തരണം എന്നുള്ളൊരു ഓർഡർ കിട്ടിയാൽ ആ ഓർഡർ വെച്ച് നമുക്ക് ഫാമിലി കോർട്ടിൽ കേസ് ഡേറ്റ് അടുപ്പിച്ച് വെക്കുകയും കേസ് പെട്ടെന്ന് തീർക്കാനുള്ളൊരു ഓപ്ഷനും കിട്ടും. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു, അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ കൊടുക്കേണ്ടി വരുമോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനുള്ളത്? അപ്പോൾ നമുക്ക് കുട്ടികളുടെ കേസും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ചിലവിൻ്റെ കേസ് വേറെ സെപ്പറേറ്റ് ഫയൽ ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളുടെ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റഡിയുടെ കേസ് തന്നെ ഫയൽ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ബേസിക്കായിട്ട് പലരും ചോദിച്ചു വരുന്ന സംശയങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം മാക്സിമം കവർ ചെയ്യാൻ നോക്കിയത്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസിൻ്റെ കാര്യം. ഒരു ഡിവോഴ്സ് കേസിന് എത്ര എക്സ്പെൻസ് ആകും എന്നുള്ളത്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആണെങ്കിൽ കുറച്ച് കാലം നീണ്ടു പോകുന്ന കേസാണല്ലോ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടിയെന്ന് വരും. കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറച്ചും കൂടെ കുറയും. പിന്നെ ഓരോരുത്തർക്ക് പല രീതിയിലാണ് പല അഡ്വക്കേറ്റ്സ് ചാർജ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നല്ല സീനിയർ ആണെങ്കിൽ അതനുസരിച്ച് ചാർജ് ചെയ്യും, ജൂനിയർ ആണെങ്കിൽ അതനുസരിച്ച് ചാർജ് ചെയ്യും, എക്സ്പീരിയൻസ് ഉള്ള ആളും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളും, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് അവരുടെ ഇഷ്ടത്തിനാണ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുകയും ചാർജ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് അത് എടുത്ത് ഇത്ര ഒരു എമൗണ്ടിൻ്റെ ഉള്ളിലേ ആവുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല.